പിന്നെ നമ്മൾ അന്ന് 19-ാം വാർഡിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ആയിട്ട് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. മുസ്ലിം ലീഗായി മത്സരിക്കുമ്പോൾ UDFന്റെ ഒരു വിഭാഗം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷെ ഒരു അതിൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അന്ന് 19-ാം വാർഡിൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ആയിട്ട് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. മുസ്ലിം ലീഗായി മത്സരിക്കുമ്പോൾ UDFന്റെ ഒരു വിഭാഗം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷെ ഒരു ചിന്താഗതി വരേണ്ടത്, ഇന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന പദവി മുസ്ലിം ലീഗിനുള്ളതാണ്. ആ മുസ്ലിം ലീഗിലുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നത് ഇന്ന് സീനത്ത് ജമാൽ ആണെങ്കിൽ തീർച്ചയായിട്ടും സീനത്ത് ജമാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പാർട്ടി മെമ്പറാണെന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ അത്. പിന്നീട് ആ ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറിയിട്ടുള്ളത് തികച്ചും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പദവിയിലാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നതും. അതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അതിനൊരു സംശയത്തിൻ്റെ ഗതി വരുന്നില്ല. ഒരു ചോദ്യത്തിനുള്ള ആവശ്യകത ഇല്ല എന്നുള്ളതാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള പദവി. ആ പദവി മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ളതാണ്. അതിലിരിക്കുന്നത് ഇന്ന് ഞാനാണ്. ഒരു കുടുംബ വീട്ടിലൊപ്പം നിൽക്കുന്നത് മുസ്ലിം ലീഗായിരുന്നു ആണ്. അപ്പോ ഇങ്ങനൊരു സംഭവം ഇനിയിപ്പോ ഭാവിയിൽ എന്ത് ചർച്ച വന്നാലും പാർട്ടി തീരുമാനം എന്താണോ, അതായത് മുസ്ലിം ലീഗിന്റെ തീരുമാനം എന്താണോ തീർച്ചയായും പാർട്ടിയുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. മുസ്ലിം ലീഗായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആണ് തീർച്ചയായിട്ടും. അപ്പോ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പോലെ ഒരു കഴമ്പുമില്ല എന്നുള്ളത് മാത്രമല്ല, അതൊരു ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ പാർട്ടിയോ ഞാനോ ചർച്ച ചെയ്യാത്തൊരു വിഷയത്തെ പറ്റി വെറുതെ വിവാദമുണ്ടാക്കുന്നതിൽ തികച്ചും ചില വ്യക്തികളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയോ ഒരു പ്രവർത്തനം മാത്രമാണ് അതിലുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് പാർട്ടിയോ അല്ലെങ്കിൽ 19-ാം വാർഡിലെ ലീഗ് കമ്മിറ്റിയോ ഒന്നും അറിയാത്തൊരു കാര്യത്തെ പറ്റി, ആ ഒരു മെമ്പറെ പറ്റിയും അനാവശ്യമായ പ്രചരണങ്ങൾ മാത്രമാണ്. ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല, കൂടുതലായിട്ട് വാട്സപ്പ് വഴിയും മീഡിയാസ് വഴിയും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള അടിത്തറയിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് ബോധേഡല്ല, ചിന്തിക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. യെസ് ആണ്. പാർട്ടി നേതൃത്വം കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രതികരിക്കാത്തത്. അതിന്റെ ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് പ്രതികരിക്കാത്തത്.